ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ സംഭലിൽ 1015 പേരെ കരുതൽ തടങ്കലിലാക്കി യോഗി സർക്കാർ. ഷാഹി ജുമാ മസ്ജിദിലെ വെള്ളിയാഴ്ച കൂട്ടപ്രാർത്ഥനയുടെ സമയത്തിൽ മാറ്റം വരുത്തിയതിന് പിന്നാലെയാണ് നടപടി. സംഭലിൽ ഉച്ചയ്ക്ക് 2:30 ശേഷം മാത്രമേ വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേക കൂട്ടപ്രാർത്ഥന നടത്താവൂ എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദ നടപടി അതൊന്നൊന്നായി യു.പി. സർക്കാർ തുടരുന്നൊരു സാഹചര്യം. പള്ളികൾ മൂടുന്നു, അതിനു പിന്നാലെ ഇത്തരത്തിൽ കരുതൽ തടങ്കലിലേക്ക് മാറ്റുന്നു. അതിര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഹോളി ആഘോഷവും വെള്ളിയാഴ്ച പ്രത്യേക പ്രാർത്ഥനാ ദിവസവും ഒരേ ദിവസം വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വർഗീയ വിദ്വേഷങ്ങളും നടപടികളും ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, ഹരിയാന തുടങ്ങിയ ദില്ലി തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലെ വിവിധ മേഖലകളിലൊക്കെ തന്നെയും മുസ്ലിം വിഭാഗങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും അത്തരത്തിൽ വിദ്വേഷ പരാമർശങ്ങളുമുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ ഉത്തർപ്രദേശിലെ വിവിധ മേഖലകളിൽ 70ഓളം പള്ളികൾ ടാർപോളിൻ ഉപയോഗിച്ച് മറക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭൽ ജമാ മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു വിദ്വേഷ പരാമർശം കൂടി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി കൂടി യു പി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് സംഭൽ ജമാ മസ്ജിദിലെ മേഖലകളിൽ താമസിക്കുന്ന 1015 പേരെ ഇത്തരത്തിൽ കരുതൽ തടങ്കലിലാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, സംഭൽ ജമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന പ്രദേശവും അതോടൊപ്പം ഈ സംഭൽ ജില്ലയും ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അവിടെയാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങൾക്കൊക്കെ തന്നെയും സാക്ഷ്യം വഹിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ ഒരു അക്രമങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ 1015 പേര് തടങ്കലിലാക്കിയിരിക്കുന്നത് എന്ന ഒരു കാര്യം ശ്രദ്ധേയമാകുന്നു. എന്തായാലും ഈ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെയും അതോടൊപ്പം ഉത്തർപ്രദേശ് പോലീസിൻ്റെയും ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നത്. ഈ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ വലിയ വർഗീയ വിദ്വേഷങ്ങളാണ് BJP സർക്കാർ കൊണ്ടുവരുന്നത്. നേരത്തെ ഈ വെള്ളിയാഴ്ച ദിവസം ഹോളി ആഘോഷിക്കുന്നതിനിടയിൽ എല്ലാ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളും വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന ഉത്തർപ്രദേശ് പോലീസ് ഉത്തരവിറക്കിയിരുന്നു. ഇതിനെ സ്വാഗതം ചെയ്യുന്ന നിലപാട് തന്നെയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത്തരത്തിൽ ഇതിന് പിന്നാലെ വീണ്ടും വിവിധ സംസ്ഥാനങ്ങളിലെ BJP MLA-മാരും അതോടൊപ്പം MP-മാരും ഇത്തരത്തിലുള്ള വിവാദ വിദ്വേഷ പരാമർശങ്ങളുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്കിറങ്ങുന്ന പുരുഷന്മാരും അതോടൊപ്പം മറ്റു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളൊക്കെ തന്നെയും ടാർപോളിൻ ഉപയോഗിച്ചിട്ടുള്ള ഹിജാബ് ധരിക്കണം എന്ന തരത്തിലുള്ള വർഗീയ വിദ്വേഷങ്ങളാണ് വിവിധ MLA-മാരൊക്കെയും ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സംഭലിൽ നാളെ നടക്കാനിരിക്കുന്ന കൂട്ടപ്രാർത്ഥനയിൽ അതോടൊപ്പം ഉത്തർപ്രദേശിലെ വിവിധ ജമാ മസ്ജിദുകളൊക്കെ തന്നെയും ഉച്ചയ്ക്ക് നടക്കേണ്ട കൂട്ടപ്രാർത്ഥനയിലൊക്കെ തന്നെയും ജില്ലാ മജിസ്ട്രേറ്റുകൾ സമയം ക്രമീകരണം നടത്തിയിട്ടുണ്ട്. എന്തായാലും 2:30 ശേഷം, അതായത് ഉച്ചയ്ക്ക് ശേഷം 2:30 ശേഷം മാത്രമേ എല്ലാ ജമാ മസ്ജിദുകളും ഇത്തരത്തിലുള്ള കൂട്ടപ്രാർത്ഥന അനുവദിക്കൂ എന്നുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ യു പി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഹോളി ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുകയും അവരുടെ മൗലിക അവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലും അതോടൊപ്പം മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദില്ലിയിലും നേരത്തെയും ഇത്തരത്തിൽ ഈ ഹോളി ആഘോഷത്തിനിടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ചും UP-യിലെ വിവിധ മേഖലകളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, അതോടൊപ്പം ഈ പള്ളികൾക്ക് മേലെയും അതോടൊപ്പം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നേരെയും ഇത്തരത്തിലുള്ള ഈ ഹോളി ആഘോഷത്തിൻ്റെ വലിയ ആക്രമണങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ഈ ആക്രമണങ്ങളൊക്കെ തന്നെയും തടയുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ വിചിത്രമായിട്ടുള്ള വാദം എന്ന് പറയുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യമെങ്ങും അലയടിക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇതിനെ അപലപിച്ചുകൊണ്ട് CPI-ന്റെ പോളിറ്റ് ബ്യൂറോ പ്രസ്താവന ഇറക്കിയിരുന്നു. അതായത് യു പി സർക്കാർ മുസ്ലിങ്ങളെയും അതോടൊപ്പം ഇത്തരം വിഭാഗക്കാരെയും അവഹേളിക്കുകയും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിന് സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ഇത്തരത്തിൽ യോഗി ആദിത്യനാഥ് സർക്കാർ എടുക്കുന്നത്. ഇതിനെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം വിവിധ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അതായത് പള്ളികളെ മറച്ചു വെക്കുന്നു, ഈ ഘോഷയാത്ര
യാത്രകൾ നടന്നു പോകുന്ന 10 കിലോമീറ്ററോളം ദൂരത്തിലുള്ള വിവിധ പള്ളികൾ 70ഓളം പള്ളികൾ മറച്ചു വെക്കുന്നു. അതോടൊപ്പം ഇത്തരത്തിൽ ആളുകളെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കരുതൽ തടങ്കലിലാക്കുന്നു. സമയക്രമീകരണം പ്രാർത്ഥനകളിലെ സമയക്രമീകരണം മാറ്റി നിർത്തുന്നു എന്ന തരത്തിലുള്ള വലിയ ഒരു വിദ്വേഷങ്ങൾ പരത്തുന്ന അല്ലെങ്കിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോഴും UP സർക്കാരും അതോടൊപ്പം BJP ഭരണത്തിലുള്ള മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നടന്നു വരുന്നത്. അതേസമയം ഈ അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ കേന്ദ്രം എടുക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിര ശരി, വ്യക്തമാണ്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.